ഈ ആട്ടിൻകുട്ടികളൊക്കെ മേച്ചടക്കുന്ന പോലെ ഞാൻ ഇറ്റുങ്ങളെ കൊണ്ട് പോകുന്ന ഇടയെന്ന് നിങ്ങൾക്ക് ഇവരെല്ലാം കൂട്ടി ഞാൻ ഇന്ന് കോഴിക്കോട് ഫുഡ് അടിക്കാൻ പോവാണ്. ഫുഡ് എന്ന് കേട്ട ഉറക്കപ്പായിന്ന് വരെ കുട്ടികളെ കിട്ടി ഇറങ്ങി വിടുന്ന പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമ്മുടെ കൊയിലാണ്ടിയുള്ള ഗാമ കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റാണ്. മോനെ നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ നല്ല അയില മുളോട്ടയും നെയ്പ്പത്തിലും പൊറോട്ടയും അങ്ങനെ പലതരം ഐറ്റംസ്. ആഹാ അന്തസ്. പിന്നെ നേരെ കോഴിക്കോടേക്ക്. കോഴിക്കോട് ആദ്യം തന്നെ പോയത് നമ്മുടെ അപ്പവാണിക്കുള്ള ഷെയിന്റെ പള്ളിയിലാണ്. ദീന് വിട്ട് നമുക്ക് ഒരു പണിയില്ല, കാരണം ഫാമിലിയാണല്ലോ കൂടെ ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടുള്ള സംഗീത് കൂൾ ബാറിലേക്ക് ഫാലൂദ കഴിക്കാൻ. മോനെ കോഴിക്കോട് വരികയാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ, ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ കുറച്ചേരം ബീച്ചിൽ പോയിരുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയത് നമ്മൾ തൊപ്പിയും ഗാങ്ങും ഫോർച്യൂൺ എടുത്ത് ഒറ്റ പോക്ക്. പിന്നെ ലഞ്ച് അവിടെ നയിക്കൊന്നും പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പേരകളിലെ ബിരിയാണി. പക്ഷെ ഞാൻ കഴിച്ചത് അവിടുത്തെ സ്പെഷ്യൽ മീൽസ് ആയിരുന്നു. എനിക്കിപ്പോഴും പേരകളിലെ ബിരിയാണിനെക്കാട്ടും ഇഷ്ടം അവിടുത്തെ മീൽസ് തന്നെയാണ്. അങ്ങനെ പേരകളിൽ നിന്ന് ബിരിയാണിയും മീൽസും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ തൊട്ട് മുമ്പിലുള്ള നമ്മുടെ ഭാസ്കരേട്ടന്റെ പാൽ സർബത്ത് കുടിക്കാൻ പോയി. അവിടുന്ന് ഓരോ ഗ്ലാസ് പാൽ സർബത്തും കുടിച്ച് കുറച്ചേരം അവിടുന്ന് തിരിഞ്ഞടിച്ച് നേരെ ഒന്നുകൂടി ബീച്ചിൽ പോയി. അവിടുന്ന് ലൈറ്റ് ആയിട്ട് ഓരോ ചായയും കുറച്ച് കടിയും കഴിച്ച് രാത്രി ഡിന്നർ പ്ലാൻ ചെയ്ത് നമ്മുടെ ചാമ്പ്യൻസ് റെസ്റ്റോറന്റ് കുറ്റിച്ചിറ. ചാമ്പ്യൻസ് കയറിയ പിന്നെ അറിയാലോ അവിടുത്തെ മെയിൻ ഐറ്റംസ് നമ്മുടെ പൊറോട്ട, ബീഫ്, പഴംപൊരി. അങ്ങനെ അതും കഴിച്ച് വയറും ഫുള്ളാക്കി നേരെ വീട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം കോഴിക്കോട് പോയി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഓക്കെ, ബൈ.